കൊച്ചി അമ്പലമുകൾ BPCLൽ KSEB ഹൈടെൻഷൻ കേബിളിന് തീപിടിച്ച അപകടം. സ്ഥലത്ത് പുക ഉയരുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 2 ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. രൂക്ഷമായ ദുർഗന്ധം കാരണം 40-ലധികം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി. BPCL ഗേറ്റ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. സ്ഥലത്ത് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, എന്തായാലും ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവമാണിത്. നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. നിലവിൽ ഈ ഒരു അപകട സാധ്യത അവിടെ ഏത് രീതിയിലാണ്? പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടുണ്ടോ? ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാതി, പ്രദേശവാസികളുടെ ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇപ്പോഴും പുക ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ആ രൂക്ഷ ഗന്ധം ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന 4 മണി മുതൽ ആരംഭിച്ച ഇത്തരത്തിലൊരു അപകടം ഇത്രയും നേരമായിട്ടും എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഫയർഫോഴ്സ് എത്തിയതിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ആളുകളെ ഇവിടുന്ന് മാറ്റുന്ന തരത്തിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുത്തത് തന്നെ 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് തന്നെ. ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധം, വലിയ രീതിയിൽ ഇവരുടെ പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അടക്കം ഇവരോട് സംസാരിച്ചിരുന്നു. സാർ, ഇപ്പം നിങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കണല്ലോ. ഞങ്ങളിവിടെ ഇപ്പോൾ ഇവരിതിന് പറഞ്ഞിട്ട് പോയിക്കല്ലേ, ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറയും. എത്ര വർഷമായി ഇവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ ചർച്ചയിലൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ ഇവർക്ക്? ഗവൺമെന്റിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ എന്തിനാണ് സർക്കാർ? ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ശ്വസിക്കുന്നത് കണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കിടക്കുന്നത് രാത്രി. എട്ടിക്കര ഭാഗത്ത് ഒരു ഫ്ലയർ സ്റ്റാക്ക് വെക്കേണ്ട സ്ഥലത്ത് 2 ഫ്ലയർ സ്റ്റാക്ക് കൊണ്ട് വെച്ചേക്കുക. ആ 2 ഫ്ലയർ സ്റ്റാക്കും കത്താൻ നേരത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. ഇതിന് എവിടെ തീരുമാനം ഉണ്ടാക്കുന്നവർ പറഞ്ഞത്? എന്താണ് ചർച്ച? ഒരു ദിവസത്തേക്ക് നിങ്ങളെ മാറ്റി താമസിപ്പിക്കാം എന്നാണല്ലോ അവർ പറഞ്ഞത്. ഇവർ മാറ്റി താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തീരുമാനം ആരാണ്, എവിടെയാണ് പോകേണ്ടതെന്ന് ഇവർ പറഞ്ഞല്ലോ. ഒരു ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞ ചോറ്റ. എത്ര ദിവസം മാറ്റി താമസിപ്പിക്കും? ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഇപ്പൊ കുറെ പേര് ഇവിടുന്ന് വാടകയ്ക്ക് പോയേക്കോ, അന്യായ പൈസ വാടകയ്ക്ക് കൊടുത്തിട്ട്. ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ ഹോസ്പിറ്റലിലേക്ക് കിടക്കുക. കുറച്ച് പേര്, എൻ്റെ മോനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ആക്കിയേക്കുക. ഇവിടെ വാസ്തവ്യമല്ലാത്ത സ്ഥലമാണെന്ന് കണ്ടാൽ റിപ്പോർട്ട് അയ്യങ്കുടി പ്രദേശം 6 മാസം കഴിഞ്ഞ് വാസ്തവ്യമല്ലാത്ത റിപ്പോർട്ട് പോലീസ് കണ്ടുകൊണ്ട് വന്നിട്ട്, എന്നിട്ട് പോലും ഒരു തീരുമാനം മാത്രമാണ് ഇവിടുത്തെ ഈ പാർട്ടിക്കാർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ന് തീരുന്നോ അന്ന് അയ്യങ്കുടിയുടെ പ്രശ്നവും തീരും. ഇത് ചർച്ചയ്ക്ക് അശാസ്ത്രീയമല്ലാത്ത ഈ സ്ഥലം അശാസ്ത്രീയമല്ലാത്ത രീതിയിൽ എടുക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ ഒത്താശ പോലെ ഇവരുടെ ആൾക്കാരുടെ സ്ഥലമൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെയാണ് ഇവർ കൊച്ചിൻ റിവേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമൊക്കെ കിടക്കട്ടെ, അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോയി. മെഡിക്കൽ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച ടീമായി ഇവര്. മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കേണ്ട ന്യൂസ് അവർ എത്തിച്ചില്ല. 2023 സ്ഥലം എടുക്കാൻ വേണ്ടി പൊല്യൂഷൻ നമ്മളിവിടെ വിളിച്ചാൽ പോലും പോകണ്ടൂല. ഞാൻ പറയാം, ഒരു കുഴപ്പമില്ല പറഞ്ഞ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ 150 രൂപ വേശികൾ ശരീരം വെക്കുന്ന സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാൻ ആണാണ് കമ്പനി വാങ്ങണത്. അത് കേട്ടിട്ട് പോവാണ്. നിങ്ങൾ പൊക്കോ, നമുക്ക് കുഴപ്പമില്ല. ഞാനാവില്ല പറയാനായിട്ട്. ഇന്ദ്രപ്രസ്ഥം തൃശ്ശൂരുണ്ട്, അത് ഇന്ദ്രപ്രസ്ഥ. ഇത് ഇന്ദ്രപ്രസ്ഥ അല്ല, ഇത് പ്രസ്ഥാനറിയോ? വേറെ പ്രസ്താവ്. ആ പ്രശ്നം ഞാൻ പറയണില്ല, ബൈക്കിൽ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. കൊച്ചിന്റെ പെണ്ണിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നാണം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നാണമുണ്ട്. ഞാൻ ഉണ്ടല്ലോ, ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനാ. കൊച്ചിന്റെ പെണ്ണിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ നാറികളല്ലേ. സ്വാതി, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അതായത് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ പ്രദേശത്ത് ആളുകൾക്ക് താമസിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ വായു ഇവർക്ക് ശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള തരത്തിലൊക്കെ കഴിഞ്ഞ തവണ തന്നെ ഇത്തരത്തിൽ 3 മാസത്തിന് മുൻപാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ വന്ന് പൊല്യൂഷൻ. ശരി ഷീന, എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ്. കൊച്ചി അമ്പലമുകൾ BPCLൽ KSEB ഹൈടെൻഷൻ കേബിളിന് തീപിടിച്ചാണ് അപകടമുണ്ടായത്. സ്ഥലത്ത് പുക ഉയർന്നതിൽ വലിയ തരത്തിലുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഡെപ്യൂട്ടി കളക്ടർ അടക്കം സ്ഥലത്ത് എത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയാണ്.